Namaskarams. My name is Sriram, otherwise called as Hari. I am a grandson of Palakkad Rama Bhagavathar and I stay in Kalpati. I am happy to meet you all today with another episode of the 100 Agraharams of Palakkad project. The goal of this 100 Agraharams project is to document all the Agraharams of Palakkad with videos, images, interviews with key personalities, office bearers of the village, and get as much data and put them all into a website. And all these Agraharams will be finally available in the website 100agraharams.com, 100agraharams.com. If you have more information about this Agraharam, its history, its past, and all the elders who have made this Agraharam great, kindly comment below in the YouTube video or send it to me as a WhatsApp on the number here. Namaskarams. என்னோட பேர் சங்கரநாராயணன் എന്നാക്കും ശരിயான பேர் கண்ணன்னு சொல்லுவாள். இந்த மாத்தூர் அக்ரஹாரத்தை பற்றி சொல்லணுன்னாக்கால் അഗ്രൗ ഹരഹ ഹരിശ്ച അഗ്രഹരഹ. അഗ്രൗ എന്ന് വെച്ചാൽ അഗ്രം, അറ്റം. രണ്ടറ്റത്തോട് അഗ്രൗ എന്ന് വെച്ചാൽ ഒരറ്റത്തിലെ ഹരനും ഒരു അറ്റത്തിലെ ഹരിയും. അന്ത അറ്റത്തിലെ ഹരനും ഇന്ത അറ്റത്തിലെ ഹരിയും. അഗ്രൗ ഹരഹ ഹരിശ്ച അഗ്രഹരഹ. മഹത്താണ് ഊര്, മഹത്ത് ഊര്, അതാക്കും മാത്തൂര്. മാത്തൂര് ചെന്നാൽ മഹത്ത്, മഹാലക്ഷ്മി വസിക്കും ഗ്രാമം. മഹാലക്ഷ്മിക്ക് പ്രാധാന്യം. അങ്ങ് മഹാലക്ഷ്മിയായിട്ടാക്കും, അങ്ങ് ശരിക്കും ദുർഗയാക്കും. ഒരേ ശ്രീലകത്തിലെ അയ്യപ്പനും ദുർഗയുമുള്ള ഏക അഗ്രഹാരവും അതുതാണ്. ഒരേ ശ്രീകോവില് പൂർണ്ണ പുഷ്കലാസമേതനായ ഹരിഹരപുത്രസ്വാമിയും തൊട്ടടുത്ത ശൂലസ്വരൂപത്തിലെ ദുർഗയും ശാന്തി ദുർഗയായിട്ടാക്കും സങ്കല്പം. അന്തപക്കത്തിലെ ഏറ്റവും തുടക്കത്തിലെ കവാടത്തിൽ, അഗ്രഹാരത്തോട് കവാടത്തിലെ വില്വാദ്രിനാഥ സ്വരൂപസ്യ ശ്രീരാമചന്ദ്രസ്വാമിയും ഹനുമാനും, നടുവിലെ ഭഗവതിയും അയ്യപ്പനും, അറ്റത്തിലെ ശങ്കരനാരായണ സ്വാമി, അതാക്കും ശിവനായിട്ടുള്ള ഇതായിട്ടാക്കും, ഉമാമഹേശ്വരനായിട്ടാക്കും പൂജ. 600 വർഷத்துக்கு മേലെ പഴക്കമായിരിക്കും എന്നുള്ളതാക്കും അഗ്രഹാരത്തോട് പ്രാധാന്യം ചൊല്ലറുത്. യാഗശാലയ്ക്ക് തുല്യമാക്കും இந்த അഗ്രഹാരം. അതാവത് യാഗശാലയിൽ ഒരു യാഗം നടത്തുന്ന മുന്നാലെ കിഴക്ക് ഭാഗത്തിലെ വെള്ളം വരും. അത് പ്രാക്തോയം ചൊല്ലുക. പ്രാക്തോയം പരിസരണം. പരിസരണം അഗ്രഹാര ഗ്രഹങ്ങളും. പ്രാക്തോയം കിഴക്ക് ഭാഗത്തിലെ കുളവും. അതാക്കും ശാസ്ത്രം. இந்த ജലം ഇതൊരു കിഴക്ക് നിങ്ങൾ പാത്താൽ തെരിയും. ഇതൊരു കിഴക്ക് പോയിട്ട് இந்த ജലം മുഴുവൻ ഈശാന്യ കോണിൽ പോയിട്ട് വീഴും. അന്നത്തെ നിർമ്മിതി അപ്പടിയാക്കും, പൂർവികൾ അപ്പടിയാക്കാൻ இந்த അഗ്രഹാരത്തെ നിർമ്മിച്ചിരിക്കാം. അഗ്രഹാരത്തോട് പ്രാധാന്യം ചൊല്ലിത്താൽ വേദത്തിക്കാക്കും இந்த അഗ്രഹാരത്തേക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. വേദവും ശാസ്ത്രവും അടിസ്ഥാനപ്പെടുത്തിയില്ലാക്കും இந்த അഗ്രഹാരത്തേക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തെ ചൊല്ലറ. ഇന്നേക്കും അതിനോട് വേരുകൾ ധാരാളം ഇരിക്കും. പല ദിക്കുകളിൽ നിന്നും സംശയத்துக்கு കേട്ടുകൊണ്ട് വരാം. அந்த காலத்திலையும் ഉണ്ട്, இந்த காலத்திலையும் രാശാവണി വാദ്യരുടെ വെളിയിലേന്ത് എപ്പിടി പണി വയ്ക്കണം, ഇതൊക്കെ എന്ന വിധത്തിൽ പണി വയ്ക്കണം കേട്ടിട്ട് വരപ്പെട്ടവാൾ ധാരാളമുണ്ട്. ഇന്ത്യയോട് പല ദിക്കുകളിലുണ്ട്. പിന്നെ இந்த കാലത്തൊക്കെ അനുസരിച്ച മാതിരി കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം ഇതെല്ലാം ആക്കും. 60 വീടുകൾക്ക് 60 ഗൃഹത്തിന് മേലെയുണ്ട് இந்த അഗ്രഹാരത്തിൽ. എല്ലാം ബ്രാഹ്മണാളാക്കും. അതാക്കും ഒരു പ്രാധാന്യം. ബ്രാഹ്മണാലല്ലാത്തവാൾ ആരുമേ ഇല്ലേ.
പിന്നെ ആചാരപ്രഥമോ ധർമ്മോ ആചാരം പ്രഥമം, ഒരുപാട് പ്രഥമം കൽപ്പിക്കപ്പെട്ട ഒരഗ്രഹാരമാക്കും ഇത്. പക്ഷേ இந்த കുളങ്ങൾ இந்த കിണറുകളെല്ലാം ആരും തൊടമാട്ട, ബ്രാഹ്മണാളല്ലാതെക്ക് വേറെ ആരും ഉപയോഗിക്ക മാട്ട. കുളത്തിലെ ബ്രാഹ്മണാളല്ലാതെക്ക് മറ്റുള്ള ആൾ കുളിക്ക മാട്ട. ക്ഷേത്രത്തിൽ വാരടക്കം പ്രവേശിക്ക മാട്ട. ബ്രാഹ്മണ മാത്രം താൻ അഗ്രഹാരത്തുക്കുള്ള அந்த ക്ഷേത്രത്തിൽ. പിന്നെ പല ആചാരങ്ങൾ, പണിക്ക് വന്നവാൾ കൂടിയും സിഗരറ്റ് വലിക്കണോ അപ്പടി ഒന്നും ഇല്ലേ. പഴയ ആചാരം ഇപ്പോഴും നിലനിൽക്കപ്പെട്ട അഗ്രഹാരങ്ങളിൽ ഒന്ന്. മറ്റുള്ള അഗ്രഹാരത്തിൽ ഇല്ലെന്നല്ല, മറ്റുള്ള അഗ്രഹാരത്തിൽ ഇതും പ്രാധാന്യമായിട്ട് കൽപ്പിക്കലാം. വേറെ நிறைய கனவாடிகள் இருந்தாங்க. வெங்கடேஸ்வர கனவாடிகள் அவர் நூറിന് പാഠശാല വേദം ചൊല്ലി കൊടുത്തുകൊണ്ടിരുന്ന വെങ്കടേശ്വര ഗണപാടികൾ. ശങ്കരശാസ്ത്രികൾ തർക്കശാസ്ത്രത്തിൽ അതിനിപുണനായിരുന്നാർ അവർ, ശങ്കരശാസ്ത്രികൾ. സീതാരാമ ശാസ്ത്രികൾ സപ്താഹ യജ്ഞത്തിൽ അവർ, സുബ്രഹ്മണ്യ ശാസ്ത്രികൾ ഇന്ത്യയോട് എല്ലാ ഭാഗത്തേക്കും സപ്താഹ യജ്ഞத்துக்கு പോയിരിക്കാർ. പിന്നെ നിറയെ ശാസ്ത്രികന്മാരുണ്ടാ. പിന്നെ ഞാൻ നേരത്തെ சொன்ன രാശാവണി വാദ്യാർ, അവരിപ്പോഴും വൈദികത്തിൽ അധികം അവരോടൊപ്പമുള്ള ശങ്കരവാദ്യരാക്കം തൊട്ട ഗ്രാമങ്ങളിലെല്ലാം അവൾക്ക് ഉപാധ്യായമുണ്ട്. ശങ്കരവാദ്യർക്ക് ചുറ്റുവട്ടാരത്തുള്ള ഗ്രാമത്തിലെല്ലാം ശങ്കരവാദ്യരുടെ ഉപാധ്യായം. നിറയെ ശാസ്ത്രികന്മാരുണ്ടാ. ഗ്രഹാരത്തിൽ മധുരഗ്രഹാരം ചൊല്ലിനാക്കാൽ പാലക്കാടുള്ള ഗ്രാമങ്ങളിൽ ഒരു പ്രൗഢി ഉള്ള ഒരു അഗ്രഹാരമാക്കാം മധുരഗ്രഹാരം. പ്രശസ്തമായ ഒരു അഗ്രഹാരം എന്താ, ടൗണിലേന്ത് ഒരുപാട് ഒരു 10-12 കിലോമീറ്റർ വിട്ടിട്ടാനാലും മധുരഗ്രഹാരത്തേക്ക് എന്നൊരു പ്രൗഢിയുണ്ട്. പിന്നെ ഉത്സവാദികൾ എല്ലാ ഉത്സവങ്ങളും, ശ്രീരാമനവമി 10 നാൾ, നവരാത്രി 10 നാൾ, അന്നാഭിഷേകം, വിനായക ചതുർത്ഥി, പ്രതിഷ്ഠാദനം എല്ലാം നന്നാ നടക്കുന്നത്. ശാസ്താപ്രതി ரொம்ப കേമமாக നടക്കും. 4-5 നാളേക്ക് ശാസ്താപ്രതി ரொம்ப കേമமாக നടക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ എല്ലാ മേഖലയിലും കലാവാസനയിലെ സംഗീതം, ചെണ്ടവാദ്യം, ഇടക്കൈ, അഷ്ടപതി ഇപ്പോഴത്തെ ചെറുപ്പക്കുട്ടികളെല്ലാം പഠിച്ചിരിക്കാം. നമസ്കാരം. ഇത് മാത്തൂർ ഗ്രാമത്തിലേക്ക് നമ്മുടെ 100 അഗ്രഹാരം പ്രൊജക്റ്റോட ഇன்றைக்கி മാത്തൂർ ഗ്രാമത്തിലേക്ക് இருக்குது. என்னோட பேர் குமார். ഗ്രാമത്തെ പറ്റി എന്ന് ചൊല്ലും, അതോടെ ഐതിഹ്യത്തെയും ഉത്സവങ്ങളെ പറ്റിയും എല്ലാം ചൊല്ലത്തുക്ക് സീനിയർ മോസ്റ്റ് ഗ്രാമത്തിലെ ചൊല്ലപ്പോച്ചുന്ന ഒരു 10-60 കൊല്ലമ ഗ്രാമത്തിലെ ഇരിക്കപ്പെട്ട ആൾക്കാരൊക്കെ രഘുരാമൻ, എസ് രഘുരാമൻ, ടി.എസ്. ഗോപാലകൃഷ്ണൻ, അതുപോലെ ടി.എൻ. വെങ്കടാചലം വെള്ളം. അപ്പോൾ ഇവ എന്താ ഗ്രാമത്തെ പറ്റിയിട്ടുള്ള ഐതിഹ്യത്തെ പറ്റിയും കോവിലെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചൊല്ലുക. അപ്പോൾ ഗ്രാമങ്ങളിലെ ഉത്സവങ്ങൾ എപ്പിടിന്ന് നമ്മൾ യുവജനങ്ങളോടും ഗ്രാമക്കാരോടും വനിതാ വിഭാഗം ആൾക്കാരോടെല്ലാം പൂർണ്ണ സഹകരണത്തോടു കൂടി നന്നാ നടത്തിയിട്ടിരിക്കുക. പക്ഷേ ഇതേപ്പറ്റി ഗ്രാമത്തെ പറ്റിയും ഗ്രാമത്തോട് ഐതിഹ്യത്തെ പറ്റിയും ചൊല്ലறதுக்கு ഞാൻ എസ് രഘുരാമൻ അവരുടെ കൊടുക്കറേ. നമസ്കാരം. മാത്തൂർ അഗ്രഹാരം പാലക്കാട് ജില്ലയിലെ 96 ഗ്രാമങ്ങളിലെ ഒരു ഗ്രാമമാക്കും. ഇங்கே അന്നേ മുതൽ ഇന്നേ വരെ நம்ம ചിട്ടവട്ടങ്ങൾ ബ്രാഹ്മണ സമൂഹത്തേക്ക് എപ്പിടിയാക്കുമോ அந்த மாதிரிയുള്ള കാര്യങ്ങളാക്കാൻ ചെയ്തിട്ട് വരും. இந்த ഗ്രാമം എങ്ങളോട് പൂർവികന്മാർ ചൊന്നതനുസരിച്ച് ഏകദേശം 400 വർഷத்துக்கு മുന്നാലെ തമിഴ്നാട്ടിലേന്ത് ആൾക്കാർ വന്ന് താമസം തുടങ്ങി அப்படியாக்கும் இன்ன வரை இதாக இருக்குது. தமிழ் பிராமணால் தான் இந்த கிராமத்தில் தாமசம் இப்பழும் இருக்குது. கோவில் 3 கோவிலுண்டு. அந்த 3 கோவில்லையும் എന്നാക്കുമോ അന്നൊക്കെ ചൊല്ലി തന്നിരുന്ന അന്ത രീതിയിലുള്ള കാര്യങ്ങളാക്കും ഇന്നൊക്കെയും ചെയ്തുകൊണ്ടിരിക്കും. മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. മുൻകാലങ്ങളിലെ പൂർവികന്മാർ എന്നെല്ലാം ചൊല്ലിയിരിക്കാളോ അന്ത കാര്യങ്ങൾ അനുസരിച്ച് ചിട്ടയോടുകൂടി കാര്യങ്ങൾ നടത്തി വന്നത്. ഇതിലെല്ലാത്തിനും സഹായവും എല്ലാ ബാക്കിങ്, അതായത് പിൻബലം
ഗ്രാമജനത്തിലോട് കൂടെ മാത്രമാക്കി നടത്തേണ്ടി വരുന്നത്. വെളിയിൽ ഇരിക്കപ്പെട്ട നമ്മൾ ഗ്രാമത്തിലുള്ള ആൾക്കാർ, അവളോട് ബന്ധുക്കൾ, അന്തമാരിയുള്ള അവളോട് എല്ലാവരോടും സഹായത്തോടു കൂടിയാക്കും ഗ്രാമങ്ങൾ இந்த ഗ്രാമം നല്ല രീതിയിൽ നടന്നു പോകാറുണ്ട്. ഇനി നമ്മൾ ഗ്രാമത്തെ ഇവിടെ ആക്കി തന്ന ആൾക്കാരോട് കാര്യമാക്കി തോന്നുന്നത്. നമ്മൾ ഗ്രാമത്തിലെ മുന്നാലെ പല കാര്യങ്ങളിലെയും പല പ്രശ്നങ്ങളിലെയും എല്ലാം വിരുന്നിരിക്കുക എല്ലാ ഗ്രാമങ്ങളിലും ഇരിക്കുന്ന മാതിരി ഇരിക്കും. അതിലെ ഒരു ചിട്ടയ്ക്ക് കൊണ്ടുവന്ന് ആക്കി തന്നത് ഓഡിറ്റർ ശേഷാദ്രി മാമ. അവരാക്കും ഒരു ചിട്ടയിലേക്ക് കൊണ്ടുവന്നതാണ്. അവർ ഇരിക്കുന്ന സമയത്തിൽ അവളെ സഹായിக்கிறதுക്കും കാര്യങ്ങൾ അഭിപ്രായങ്ങൾ ചൊല്ലறதுക്കെല്ലാം വേരുമണിയാത്ത രാമമാമ അവളെല്ലാം ഇരുന്നതാണ്. ഗ്രാമകാര്യങ്ങളിൽ എന്നെ ചെന്നാലും നല്ല രീതിയിൽ നടക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചൊല്ലപ്പെട്ട ആൾക്കാരിലെ ഒരാളാക്ക് നമുക്ക് ആച്ചിയ തമ്പിയമ്മ ഗോപാലകൃഷ്ണൻ. എല്ലാ മാമ അന്ന മാമ എന്നാ കാര്യം കണ്ടാലും ഉടനെ അഭിപ്രായം ചൊല്ലി അത് ഓഡിറ്റിട്ട് ചൊല്ലുക. ഇതൊക്കെല്ലാം സപ്പോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകണം എന്നുള്ള ചൊല്ലിയിട്ടിരുന്ന ഒരു മാമാവാക്കും ചെല്ലമണി രാമയ്യർ. അവരും അതേപോലെ നമുക്ക് ഗ്രാമത്തോടത്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവാൾക്ക് എല്ലാവർക്കും സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കപ്പെട്ട മാമാമാരാക്കും നമുക്ക് വീരരാഘവ മണിഭാഗവത ചൊല്ലുക. അവരും എല്ലാ കാര്യങ്ങളിലും വന്ന് പാത്തിട്ട് അവർ പോയിട്ട് വന്നിട്ടുണ്ട്. இதுக்கப்புறம் இங்கே நம்ம கிராமத்துக்கு வந்து தாமசம் தொடங்கின PN സുബ്രഹ്മണ്യ അയ്യർ, റിട്ടയർഡ് ബ്രിഡ്ജ് ഇൻസ്പെക്ടർ. ഞങ്ങൾ പേര് ബ്രിഡ്ജ് ഇൻസ്പെക്ടർ എന്നും ചൊല്ലുവും. അവരാകും പിന്നെ ശേഷാണി മാമാക്ക് സപ്പോർട്ടായി നിന്ന് കാര്യങ്ങൾ ഇതെല്ലാം എഴുതി കോവൽ നടത്തേണ്ട കാര്യങ്ങളെല്ലാം പാത്തിട്ട് നല്ല രീതിയിൽ മുന്നാലെ പോന. അന്ത ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിൽ നമുക്ക് ഊരിലെ ഇതൊക്കെ എല്ലാ കാര്യങ്ങൾക്കും എന്നാ ഒരു പുരോഹിതൻ വേണം. அந்த புரோகிதன் உள்ள ഇതിലെയാക്കും നമുക്ക് രാശാമണി വാദ്യാർ ഇங்கே നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചൊല്ലിത്തറഞ്ഞു. அந்த കാര്യങ്ങൾ എപ്പോഴും നടത്തുന്നത് എന്നെ വേണം കേൾக்கிறதுக்கும் കാര്യം മനസ്സിലാக்கிறதுக்கும் நம்ம സീതാറാമ ശാസ്ത്രികളോട് പൊള്ളി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ ഭാഗവത പ്രവചന കുശല അവ കലർന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നാലെ കൊണ്ടുപോകത്തുള്ള പേശും. ഉത്സവാദി കാര്യങ്ങൾക്ക് മുന്നാലെ നിന്ന് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ഒരു വ്യക്തിയാക്കും സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. വൈദിക കാര്യങ്ങൾ എന്നെ ഇരുന്നാലും എന്നെ തിരക്കിരുന്നാലും മാറ്റി ഗ്രാമത്തോട് കാര്യത്തിക്ക് വേണ്ടി മാത്രം നിൽക്കപ്പെട്ട ഒരാളാക്കും സുബ്രഹ്മണ്യന്ന് പേര്. അങ്ങനെ അവരെ ഞങ്ങൾ കൂപ്പിടുന്നത് രാശാമണി വാദ്യാർ. അവരാക്കും ഇന്നേ വരെയും എന്ന കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് വന്നിട്ടിരിക്കുക. ഒന്നിക്കും കുറവ് വരുത്തായിക്കില്ല. അപ്പോൾ കുട്ടികളും നമുക്ക് സപ്പോർട്ടായിട്ട് ഇപ്പോൾ ഗ്രാമത്തിലേ ഇരിക്കുക. പിന്നെ இந்த ഗ്രാമത്തിലെ ഏത് കാര്യത്തിനും ഓൾഡ് ഏജ് ഇരുന്നാലും ഉത്സവം നല്ല കാര്യങ്ങളെല്ലാം മുന്നാലെ കൊണ്ടുപോകത്ത് യങ്സ്റ്റേഴ്സാക്കും, ചെറുപ്പക്കാരാക്കും എന്നോട് മുന്നാലെ. അവ ഒരു എന്ന കാര്യം ഇരുന്നാലും ഗ്രാമത്തേക്ക് വെളിയിൽ പോകാതിക്ക് ഇങ്ങേ ഇരുന്ന് എല്ലാ കാര്യങ്ങളും പാത്ത് വേണ്ട കാര്യങ്ങൾ എല്ലാം ഞാൻ. പിന്നെ ഭക്ഷണങ്ങളൊക്കെ എല്ലാവർക്കും വേണം. അത് ആദ്യം അവ പാത്ത് ചെയ്തിരിപ്പാണ് അന്ത കാര്യങ്ങൾ ഇപ്പടിയാക്കും മുന്നാലെ പോയിട്ടിരിക്കുക. ഇനി ഉത്സവ കാര്യങ്ങളെപ്പറ്റി ചൊല്ലേണ്ടതാക്കും. 1985 ജനുവരി മാസം 27 ആക്കും എങ്ങളോട് ഉത്സവം രേവതി നക്ഷത്രത്തിൽ ഉത്സവം തുടങ്ങി ചെയ്ത് മറ്റേ കുംഭാഭിഷേകം ചെയ്തു. അതിക്ക് മുന്നാലെ இந்த കാര്യങ്ങൾ നടത്തണം എന്നുള്ളൊരു തീരുമാനങ്ങൾ ഇതെല്ലാം ഇരുന്ന് ഒരു കമ്മിറ്റി രൂപിച്ച് ആദ്യത്തിലെ ഒരു ഉത്സവ കമ്മിറ്റി ഇവരിട്ട് ഇங்கே തുടങ്ങിന. അന്ത് ഉത്സവ കമ്മിറ്റിയാക്കും സപ്പോർട്ടായിട്ട് വന്ന് കുംഭാഭിഷേകത്തേക്കും വന്നത്. ഉത്സവ കമ്മിറ്റിയിലെ ഗോവിന്ദയുടെ പിള്ളை, അതായത് മംഗളമാമിയുടെ പിള്ളை വെങ്കട്ടരാമനാക്കും അതിനോട് ക്യാഷ്യർ എല്ലാം ഇരുന്ന് കാര്യങ്ങൾ മുന്നാലെ ഉത്സവ കമ്മിറ്റി തുടങ്ങിയ. അന്ത് ഉത്സവ കമ്മിറ്റി സമയത്തുക്കപ്പുറം അന്തോട് ചേർന്ന് ഉണ്ടാക്കും. പിന്നെ 2 പേര് നമുക്ക് കാര്യങ്ങൾ മുന്നാലെ നല്ല രീതിയിൽ കൊണ്ടുപോകണം ചൊല്ലി കൊണ്ടുവന്നതിൽ ഒന്ന് ദരേപ്പൻ, 2 TS രാമേന്ദ്രൻ. ഇവ അതുക്കപ്പുറം നല്ല രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ മുന്നാലെ കൊണ്ടുപോകാൻ 1985 ജനുവരി മാസം 27 കുംഭാഭിഷേകം 3 കോവിലേക്കും നമുക്ക് കഴിഞ്ഞത്. இந்த കോവിലിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിലേക്കും 4 വർഷം കഴിഞ്ഞ ശേഷം മഹാരുദ്രം നടത്തണം തീരുമാനിച്ച എല്ലാ 4 വർഷം കൂടത്തിൽ മഹാരുദ്രം നടത്തി. അതായത് ഗ്യാപ്പ് അനുസരിച്ച് നടന്നിരിക്കും. അതേപോലെ 12 വർഷം കഴിയാത്ത കുംഭാഭിഷേകം കഴിയണം തീരുമാനം ഇരിക്കുന്നതനുസരിച്ച് എല്ലാ 12 വർഷം കഴിയാത്തേക്കും നമുക്കിങ്ങനെ കുംഭാഭിഷേകം കഴിഞ്ഞു. 3 കോവിലെയും ഒരേ സമയത്തിൽ ഒരേ നാളിലെയാക്കും ഇതുവരെ നമ്മൾ കുംഭാഭിഷേകം കഴിച്ചിരിക്കും. അതേ നാൾ മാറുന്ന ഒരേ നാളിലായിരിക്കും 3 കോവിലെയും നമ്മൾ നടക്കും. ഇതൊക്കെയിടയിലെ കൊടിമരം എങ്ങൾക്ക് കേടാക്കാൻ തിരിഞ്ഞത്. അന്തതിൽ കൊടിമരം പുതിച്ച് വാങ്ങിയിട്ട് വന്ന് ചേർത്തുകൾ
ഇതിൽ ആത്മാർത്ഥമായി പ്രയത്നിച്ച ആൾക്കാർ നിറയെ പേരുണ്ട്. എന്നാൽ എല്ലാവരോടും പേരും ചൊല്ലിയിരുന്നാലും ഒന്ന് ഹരിഹരിയർ, അവർ ரொம்ப കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യങ്ങൾ ചെയ്തിരിക്കുക. പിന്നെ വേറൊരാൾ രമണി, അതായത് ലക്ഷ്മി നരസിംഹൻ, അതാണ് ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്. അവരായിരിക്കും പിന്നെ എന്താ ഒരു സപ്പോർട്ട് കഴിഞ്ഞ്. இதுக்கு പുറമെ ഇവാളെല്ലാം സപ്പോർട്ട് பண்ணுறது ഇங்கே ഇപ്പോൾ പേശപ്പെട്ടവരെല്ലാം അങ്ങനെ அந்த ഇതിൽ ഉണ്ട്. പിന്നെ ഗ്രാമജനങ്ങളെല്ലാവരും സപ്പോർട്ടോട് കൂടി. പിന്നെ പൊതുവാണ് പഴയ കാര്യങ്ങളിലാക്കും എങ്ങൾക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹിച്ച് ചെയ്യപ്പെട്ട വരപ്പെട്ട ആൾക്കാരിരിക്കുക. അതിൽ ഒന്നാക്കും അമ്പാച്ചനകത്ത് രാമയ്യരോട് പിള്ളை പത്തിരിച്ച് ഇരിക്കുക കൃഷ്ണമാമാവാണ്. അവ എപ്പോഴും സപ്പോർട്ടാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിക്ക് പുറമെ വെങ്കാച്ചൻ വാദ്യാരോട് അവരൊക്കെ നമ്മൾ ഊരോടും ആചാര്യൻ ആദ്യമായിരുന്നത് എല്ലാ ഗ്രാമത്തിലും. നമ്മൾ ഗ്രാമത്തിൽ കോവിലെല്ലാം 1972-74 കാലത്തിലെ ഭൂമി പോന്നതുക്കപ്പുറം പൂജയ്ക്ക് ബുദ്ധിമുട്ട് വരപ്പെടാതെ ശേഷാദ്രി മാമാவோட നിർദ്ദേശപ്രകാരം വെങ്കാച്ചൻ വാദ്യർ എന്നെ എപ്പോഴും നടത്തണമോ അതുമാതിരി ഇരുന്ന് നടത്തി തന്ന് വീടുകളിൽ കയറി പൈസ പിരിച്ച് കോവിലെ ബുദ്ധിമുട്ടില്ലാക്കി നടത്തുന്ന. നമ്മൾ ഇന്നേ വരെ കോവിലിൽ ഉണ്ടിയൊന്നും വെച്ചിട്ടില്ലേ. അവ തരുവ നടത്തുക അന്തമാതിരിയുള്ള കാര്യങ്ങളിലേക്കും പോയിട്ടിരിക്കും. 3 കോവിലും എന്താ കാര്യങ്ങളിലേക്ക് നമുക്ക് ഇരിക്കറ കോവിൽ ഒന്ന് മഹാഗണപതി ശിവൻ കോവിൽ മഹാഗണപതി, அதுக்கப்புறம் சிவன் கோவில் சிவன் சங்கரநாராயணனாக்கும் அங்கே அதை பிரதிஷ்டை. அதுக்கப்புறம் பகவதி கோவிலில் பூர்ணாவிஷ்காம்பா சமேத ஐரபத்தன் சுவயம்பு துர்கை சாந்தி துர்கை, அதுக்கப்புறம் முருகன், அதுக்கப்புறம் நாகர், ഇതൊക്കെ നമ്മളോട് അങ്ങനെയുള്ള പ്രതിഷ്ഠകൾ. പിന്നെ രാമചന്ദ്ര സ്വാമി, ഇവർ ശ്രീരാമചന്ദ്രനാക്കും മറ്റേ വിഷ്ണുവാക്കും അതിനോടത് മൂലസ്ഥാനമായിട്ട് നമ്മൾ ഇതാക്കണം. അവരോട് കൂടെ വടക്കഭാഗത്ത് നിൽക്കപ്പെട്ട ഹനുമാനമുണ്ട്, ആഞ്ജനേയർ. അത് ശ്രീരാമനവമിയോട് കഴിഞ്ഞ് അടുത്ത നാളേക്ക് നമ്മൾ ആഞ്ജനേയ ഉത്സവമായിട്ട് കൊണ്ടാടിയുണ്ടാക്കും, ഇങ്ങനെ നടത്തിയിരിക്കും. ശിവൻകോവിലിനെ സംബന്ധിച്ച് പങ്കിനി ഉത്രം നമ്മൾ ആദ്യം അത് ചെയ്യാൻ മുടിഞ്ഞിരിക്കല്ലേ. പിന്നെ ഇപ്പോൾ 15 വർഷമായിച്ച് 15 വർഷം മേലെ അയച്ച് അന്നാഭിഷേകം നടത്തും. 15 വർഷമാണ് നമ്മൾ ഇത് പങ്കിനി ഉത്രം ഉത്സവം കൊടിയേറ്റി ഉത്സവമായിട്ട് നടത്തിയിരിക്കുക. പ്രാണാപാണ വ്യാനോധാന സമാന നാഗകൂർമ കൃകര ദേവദത്ത ധനഞ്ജ ഇടാ പിംഗല ശിശുംന ഗാന്ധാരി സപ്തജിഹ്വാ പൂഷാഹ വിപ്രദ ശബ്ദശാസ്ത്ര പദപദാർത്ഥ ഗദ്യബദ്ധ പൗദ്ധ നൈയേ നൈശേഷിക മീമാംസ ഭാരത ഭാഗവത ഭാട്ട പ്രാഭാകാര മൺവാദഷ്ട ധർമ്മ സ്മൃതിപുരാണ ധർമ്മശാസ്ത്ര സമയശാസ്ത്ര ജ്യോതിശാസ്ത്ര വൈദ്യശാസ്ത്ര ശ്രീ വൈഖാനസ ഭഗവശാസ്ത്രാദി സർവശാസ്ത്ര ശ്രീതന്ത്ര സഹിതോപനിഷത്ത് ಮಂತ್ರ ತಂತ್ರ ಜೀವ ಜೀವನಿದಾನ ಸಮಸ್ತ ಜಗದುದಯ ಸಮರ್ಥಿವಿಲಯ ವಿಧಿ ವಿಧಾನ ಕಾರಣ ಕರ್ತೃಭೂತ ಪುಂಡರೀಕಾಕ್ಷ ತ್ರೈಲೋಕ್ಯನಾಯಕಸ್ಯ ಅನಂತ ಗರುಡ ವಿಶ್ವಕ್ಸೇನಾದಿ ನಿತ್ಯ ಸೂರ್ಯ ಸೇವ್ಯಮಾನಸ್ಯ ಅಸ್ಯ ದೇವದೇವಸ್ಯ ಶ್ರೀಭೂಮಿ ಸಮೇತ ಶ್ರೀ ಮಹಾವಿಷ್ಣೋಃ ಸೀತಾ ಲಕ್ಷ್ಮಣ ಹನುಮತ್ ಸಮೇತ ಶ್ರೀರಾಮಚಂದ್ರಸ್ಯ ಜನವಾನ್ಯಃ ದಿವ್ಯ ಮಹೋತ್ಸವಾರ್ಥ ಮಾ ಬ್ರಹ್ಮ ಸ್ತಂಭಪರ್ಯಂತಂ ಸುಗಣೈಃ ಸಹ ಗಚ್ಚಂತಾಮದಿ ವಿಷ್ಣು ವೈಖಾನಸ ವಿಧಾನೇನ ವಿಷ್ಣು ಸೇನಾಪತೇಃ അഹമിഹ സങ്കോഷണം കരോമി. അത് പിടിച്ചിക്കണം. വീതിയെ പിടിച്ചു, വീതിയെ പിടിച്ചു. ഏറിയിരുന്നത് ചൊല്ലപ്പെട്ട കാലത്തിൽ പെരിയാത്ത് മാമ അവ രാമസ്വാമി മാമ അവളമൊക്കെ നടത്തിയിട്ടിരുന്നത് അന്ത കാര്യങ്ങൾ.
വളരെ ഭംഗിயாக നടന്നിട്ടുണ്ട്. പിന്നെ അതിലെ പ്രശ്നങ്ങളെ മാറ്റി അങ്ങനെ എന്തൊക്കെയും നമുക്ക് അമ്മ വിജയമാമി അത് രാമസ്വാമി മാമയുടെ വൈഫ് വിജയമാമി അവളെല്ലാം സപ്പോർട്ടാണ് ചെയ്യുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇതിലെ അതേപോലത്തെ മംഗളമാമയുടെ കുട്ടികൾ ലക്ഷ്മണൻ എന്ന മാതിരിയുള്ള അവളായിരിക്കാം. പിന്നെ ചെന്നൈയിൽ ഇരിക്കപ്പെട്ട കണ്ണൻ അന്തമാരിലെ ഉത്സവത്തേക്കെല്ലാം വന്ന് அந்த കാര്യം ചെയ്തു തരുക. ഇതിലെല്ലാത്തിലും പുറമെ നമുക്കിതിൽ ഇங்கே PS നടരാജൻ ചൊല്ലിട്ടിരുന്നത് அந்த മാമ കാര്യങ്ങൾ എന്നെ ഇരുന്നാലും ആദ്യം ചെയ്യ മുടിയാതോ എന്നുള്ള വാക്കേ ഇല്ലേ, മുടിയും എന്നുള്ള വാക്കിൽ ഞാൻ ചൊല്ലി அந்த കാര്യങ്ങൾ ചൊല്ലി നമ്മളെ കൊണ്ട് ഇപ്പോൾ കുട്ടികൾ നമ്മളെ നന്നായി സപ്പോർട്ട് പണി ഗ്രാമത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകണം ചൊല്ലി അവളെ സപ്പോർട്ട് பண்ணுறா. ഇത് ഗ്രാമത്തിലുള്ള ഉത്സവങ്ങൾ இந்த കാര്യങ്ങൾ 10 നാൾ ഉത്സവം ശ്രീരാമനവമിക്ക് നടത്തുகிறோம். அங்கே பங்குனி உத்திரம் 5 നാൾ ഉത്സവം നടത്തുகிறோம். ഭഗവതി കോവിലിലെ ശാസ്താപ്രീതി നടത്തുகிறோம். നവരാത്രി 9 നാൾ ഉത്സവം നടത്തുகிறோം. ഇതൊക്കെല്ലാം പുറമെ 1984 മുതൽ എല്ലാ വർഷവും ഭഗവതി കോവിലെ ലളിതാ സഹസ്രനാമ ലക്ഷാർച്ചന ഇതുവരെ ഇന്നേ വരെ നമ്മൾ നടത്തിയിരിക്കും. ഉത്സവം തുടങ്ങിയതിന് അപ്പുറം இந்த കോവിലിൽ ഉത്സവத்துக்கு ഇടയിലുള്ള ഒരു ഞാറ്റിക്കിഴമയോ അന്ന് നാറ്റിക്ക് വിഷ്ണു സഹസ്രനാമ അർച്ചനയും ചെയ്യും. ശാസ്താപ്രീതിക്ക് എല്ലാ ഉള്ള ഡേറ്റ് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യமாக വരത്തങ്ങനെയുള്ള നാളാക്കും. 2ാം ശനിക്കിഴമ ധനുമാസം ജനുവരി മാസം 2nd സാറ്റർഡേ ആയിരിക്കും. എല്ലാവരും വരണം ചൊല്ലി ചേർന്നാക്കും. അന്ത ഇതിൽ എന്നാ ധനുമാസം ലാസ്റ്റ് സാറ്റർഡേ ആയിരിക്കും. അത് എല്ലാ വർഷം വരും. അപ്പോൾ എല്ലാവരും വറതുമുണ്ട്. ഗ്രാമത്തിലെ അതേ ചിട്ടയിൽ ഗ്രാമത്തിൽ ഇന്നേ വരെ ശാസ്താപ്രീതി നമ്മൾ നടത്തിയിട്ട് വരും. ഇതാക്കും ഉത്സവത്തോടെ കാര്യങ്ങളെല്ലാം നമ്മളിതുണ്ട്. ബാക്കിയെല്ലാം ചിന്ന ഉത്സവങ്ങളുണ്ട്, തൈപ്പൂയം അന്തമാതിരിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താണ് കുട്ടികൾ അവരുടെ ഉഷാറായിട്ട് കാര്യങ്ങൾ നടത്തിയിട്ടിരിക്കുക. ഇതാക്കും ഇതിൽ ഇപ്പോൾ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ലേറ്റസ്റ്റായുള്ള കാര്യം എന്നാ ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് കേരള ഗവൺമെൻറ്റോട് ഇത് പ്രകാരം അളവ് കാര്യങ്ങളെല്ലാം ആക്കും ചൊല്ലിയിരിക്കുക. അന്ന് അളവ് കാര്യങ്ങൾ ഗ്രാമപ്പറമ്പ് മറ്റു കാര്യങ്ങൾ 2-3 പറമ്പ്, ശ്മശാനപ്പറമ്പ്, കളിക്കറത്തുള്ള ഒരു ഗ്രൗണ്ട്, പിന്നെ പോസ്റ്റ് ഓഫീസ് പറമ്പ്, ഇതെല്ലാം ഞങ്ങൾ നമ്മൾ സ്വന്തം കയ്യിൽ ഗ്രാമത്തോട് ദേവസ്വം കയ്യിൽ എപ്പോഴും ഇരിക്ക് അതെല്ലാം സംരക്ഷിച്ചിട്ടും മുന്നോട്ട് പോയിട്ടിരിക്കും. ഇതാക്കും കാര്യങ്ങൾ അതിനോട് അളവ് കാര്യങ്ങളും ഇപ്പോൾ പോനവാരം അവ എടുത്തിട്ട് പോയിരിക്കുക. അപ്പോൾ അതെന്താ കാര്യങ്ങളും ചെയ്തിരിക്കും. പിന്നെ കുളം ഏകദേശം 1.5 ഏക്കർക്ക് മേലെ ഉള്ള കുളം, വെള്ളം വെറ്റാത്ത കുളം, സുഖമായി കുളിക്കപ്പെട്ട കുളം, ആരും വന്ന് ഉപദ്രവിച്ച് നമ്മൾ ഇതാക്കുമ്പോൾ അന്തമാതിരിയുള്ള കുളിക്കറ സൗകര്യമുള്ള ഒരു കുളം அந்த இருக்குது. அந்த குளத்தில் சைடு கட்டுறதுக்கும் படி கட்டுறதுக்கு இதுக்கெல்லாம் கூடி ஆடிட்டர் சேஷாதிரி மாமாவோட பேரன் വേദിലിംഗ മാമാவோட പിള്ളை അവർ നല്ലൊരു സംഖ്യ കോവിലേക്ക് തന്നത്. അതിലെ 3 ഭാഗവും കെട്ടിയിരിക്കും. ഇനി ഒരു ഭാഗം മാത്രം കെട്ടുறதுக்கு இருக்குது. അന്തത് അതും അടുത്ത കാലത്തിൽ അതൊക്കെ വേണ്ട ചെയ്തു തരുക എന്നുള്ളതിൽ എங்களுக்கு தெரியும். അവ ചെയ്വ அந்த കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് ഗവൺമെൻറ്റിലേന്ത് പഞ്ചായത്ത് ലെവലിൽ നിങ്ങൾക്ക് റോഡ് പോടുறதுக்குള്ള സൗകര്യങ്ങൾ അപ്പം എല്ലാ സൗകര്യം ചേർന്നുണ്ട്. ലൈറ്റ് ഇത് പോകാനാ ഉടനെ ചൊല്ലിയാൽ ചെയ്തത്. അപ്പോൾ ഗവൺമെൻറ്റോട് ഭാഗത്തിൽ നിന്നും സപ്പോർട്ട് ഇരിക്കുക, ഗ്രാമജനങ്ങളോട് ഭാഗത്തിൽ സപ്പോർട്ട് ഇരിക്കുക, കുട്ടികൾ നല്ല സപ്പോർട്ടാക്കും. എല്ലാ കാര്യങ്ങളും ഉത്സവ കാര്യങ്ങളും ഇതൊക്കെല്ലാം പുറമെ ഗ്രാമജനത്തിലെ ഉള്ള ലേഡീസ് നമ്മളാലെ മുടിയാത്ത കാര്യം അവ ചെയ്തു തരുക. അത്രയും കാര്യങ്ങൾ അവ ലേഡീസ് ഭാഗത്തിൽ നിന്ന് ചെയ്ത് നടന്നിരിക്കുക. ഇത്രയുമൊക്കെ എനിക്ക് ചൊല്ലത്തേക്ക് സന്തോഷം. எல்லாருக்கும் நமஸ்காரம். என்னோடய பேர் கோபாலகிருஷ்ணன், பாலன்னு கூப்பிடுவா. மாத்தூர் கிராமத்தில் ராமசுவாமி க்ஷேத்திரத்துக்கு பக்கத்தில் என்னோட கிரகம். நான் சொல்ல வந்து ரகுராமன் சொல்லத்துக்கு மேலே பெருசாக ஒன்றும் சொல்கிறதுக்கு இல்லாட்டாலும் கிராமங்களில் பொதுவே വേദത്തിക്ക് അഭ്യസിച്ച ആൾക്കാർ ധാരാളം ഉണ്ടായിരിക്കുക പഴയ കാലങ്ങളിൽ. പിന്നെ കാലക്ഷേമം വന്നതോടുകൂടി അതിനോട് എണ്ണങ്ങൾ കുറഞ്ഞു വന്നു. ബട്ട് ഇപ്പോഴും ഞങ്ങൾ അതൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ കോവിലെയും ജപങ്ങൾ അതാത് കോവിലുള്ള രുദ്രങ്ങൾ കാര്യങ്ങൾ അത് ഇതെല്ലാം എല്ലാം പണിയിരിക്കും. ഞങ്ങൾ ഒന്നും വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിൽ അതുதான் മെയിൻ എங்களுக்கு കോംപ്രമൈസേ ഇല്ല இந்த വേദം ചെല്ലത്തിലും കാര്യങ്ങളിലും. പിന്നെ வந்து പണ്ട് നിൽക്കപ്പെട്ട ഓരോ കോവിലെയും ഇതിൽ എന്നൊക്കെ അനാവശ്യத்துக்கு ഒരു തേര് ഇരുന്നത്, പെരിയ തേര്. அந்த കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന മാനുഷിക സ്പർദ്ധ കാരണം അത് ഇല്ലായ്ക്ക് അയച്ച ഒരു കാലത്തിൽ. പിന്നെ ഇപ്പോൾ ഞങ്ങൾ അനാവശ്യകം ഒരു ചിട്ടയുണ്ട് തീർച്ചയായിട്ടും. അന്നപ്പടി കെട്ടി അത് കഴിഞ്ഞ് 11 ഇത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി കുളത്തിൽ നിമജ്ജനം പണി രാത്രി ഞങ്ങൾ ஊர்வலம் போய் எல்லாம் அப்படி ஒரு சிட்டையில் கொண்டு வந்திருக்கோம். அதே மாதிரி நவராத்திரிக்கும் அப்படி தான் 9 நாள் கழிஞ்சு 9ஆவது நாளைக்கு வன்னிமரம் இது பண்ணி வெட்டி
പിന്നെ അന്നേക്കും ഗ്രാമപ്രദക്ഷിണമുണ്ട്. அது அந்த கோவிலுக்கு. இந்த கோவில் ஏன்னா ஸ்ரீராமநவமிக்கு 9 நாளைக்கு உற்சவங்கள் வృத்தியாக நடக்கும். அதுக்கு எல்லாத்துக்கும் இந்த வைதிகபரமான இதுதான் கூடுதல் பிராதானியம். அது கழிஞ்சு இந்த திருவோணம் எனக்கு கொடிയേറ്റ സദ്യ, அதுக்கு பின்னால் ஒரு 3-4 ദിവസങ്ങൾ സദ്യകൾ എല്ലാം இருக்கும். പിന്നെ ആറാട്ട് സദ്യ, തേര് സദ്യ, അല്ലെങ്കിൽ അതുമാതിരത്തെ കാര്യങ്ങളെല്ലാം വരുക. നിയർബൈ വില്ലേജസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം അത്യാവശ്യം இதுக்கு പങ്കുകൊള്ളുക. എങ്ങളോട് ഗ്രാമക്കാർ പാലക്കാട് നിയർബൈ ഉള്ള ആൾക്കാരെല്ലാം വരുവാങ്കിൽ അത് കഴിഞ്ഞ് ശ്രീരാമനവമി അന്നേക്ക് ഊർവലമുണ്ട്. അതിന് ആഞ്ജനേയ ഉത്സവം அதுக்கு அடுத்த நாளைக்கு நாங்கள் பண்ணுவோம். அப்படியாகும். പിന്നെ ഗ്രാമത്തിൽ പൊതുവെ പണ്ട് 40 വീടുകളെല്ലാം പൊളിഞ്ച് വീടുകളായിരുന്നത് വർഷങ്ങൾക്ക് മുന്നാലെ. സാമ്പത്തികമായിട്ട് 70 ഇതൊക്കെ ലാൻഡ് ട്രിബ്യൂണൽ ആക്ട് വന്നതോടുകൂടി എല്ലാവരും തകർന്നു പോയിട്ട് സാമ്പത്തികമായിട്ട്. പക്ഷേ അന്നൊക്കെ ആരും ഗ്രാമത്തിലെ വീട് വിൽക്കലേ. எல்லாம் வீடை அதே எப்படி என்ன கண்டிஷனோ அதே வச்சு வெளிராஜ்யங்களில் போய் அவள் பറ്റാവുന്ന രീതിയിൽ சம்பாத்தியங்கள் எடுத்து அவள் திரும்பி அன்னைக்கும் கிராமத்தை விற்காக்கி பின்னெல்லாம் ரெனோவேஷன் பண்ணி எல்லாம் பண்ணி க்ளீனாக்கி இப்போ 63 வீடு ஆயாச்சு. ஒற்றை வரி ஹேஸ் பீன் கன்வெர்ட்டட் டு இரட்டை வரி நவ். அந்த மாதிரி ஆயாச்சு கிராமத்தில். இப்போ எல்லாருமே சம்பல் சமுதியில் கூடி சந்தோஷமாக சுகமாக எல்லோரும் இருக்கா. இதுக்கு புறமே நம்ம சொல்கிறதுக்கு ரகுராமன் விட்டு போன ஒரு ஆள் அன்றைக்கி பிரம்மாஷல் MS ராமசாமி இருந்தார். அவர் 80-85 வயசு பேர் இருந்தால் கும்பாபிஷேகத்துக்கு அவரோட சப்போர்ட்டு நம்ம எடுத்து சொல்லേണ്ടതാക്കും. അതൊന്നും இருக்குது. പിന്നെ ചമയൽ വിഭാഗം എന്ന രീതിയിൽ ശ്രീ കുഞ്ചമ്പയ്യർ ഒരു ഗ്രാമത്തിൽ இருந்தார். വർഷങ്ങളോളം ഗ്രാമത്തിൽ സമ്പാദ്യം കൊടുത്താലോ ഇല്ലയോ അവർ അതാത് സമയത്തിൽ அந்த வைதிக இது எனக்கு தகன பிரவர்த்தி எல்லாம் வൃத்தியாக எடுத்து கிராமக்காரர் அன்னைக்கும் சகாயிச்சுட்டு. அதே மாதிரி எல்லா விபாகத்திலையும் இங்கே ஆட்கள் பிரகல்பர் கிராமத்தில் உண்டாயிருக்கு. அதில் இனியும் கிராமத்தில் வேதம் சொன்னால் 10-14 சாஸ்திரிகள்மார் கிராமத்தில் உண்டாயிருக்கா. அவரோட பரம்பரைகள் சிலதெல்லாம் இங்கே எப்பளும் சகாயிச்சுட்டு அந்த രീതിക്ക് അത് அதெல்லாம் வந்துட்டு. പിന്നെ പൊതുവേ சொன்னால் ഗ്രാമത്തിൽ എല്ലാം കൊണ്ടും നമ്മളിപ്പോൾ നൃത്തத்துக்கு വേണ്ടി சொல்கிறோம்னாக்கா ഗ്രാമത്തിൽ എല്ലാവരും സുഭിക്ഷമായിട്ട് ജീവിച്ചിട്ടുருக்கா. எல்லாரும் நிறைய பைசா ஒரு விசேஷம் பைசா எல்லாரும் அனுப்பிச்சுட்டுருக்கா. புதிய தலைமுறை காலெடுத்து வைக்கிற அந்த கிராம சப்போர்ட்டுக்கு வேண்டி அது ഏറ്റവും നല്ലൊരു കാര്യമാക്കും. ഞങ്ങൾ അതിലിത് കാണും. ഇപ്പോൾ പോன വർഷം 2023 മെയ് 13-ാം തീയതിയാക്കും 3 കോവിലും കുംഭാഭിഷേകം കഴിഞ്ഞ് ധാരാളം കളക്ഷൻസും കാര്യങ്ങളെല്ലാം വന്നത്. 2024 മെയ് 13-ാം തീയതിയാക്കും നടന്നത്. എല്ലാ കോവിലും പുതിയ ക്ലീൻ റിനോവേറ്റ് പണിയാച്ച്. ഇനി ഒരു 10 വർഷத்துக்கு பெருசு ரிப்பேரே கிடையாது. எல்லாம் பெயிண்ட் மாத்திரம் அடிச்சுட்டு இருக்கணும் அதாவது சமயத்தில். இப்படி ஒரு கோவில் மெயின்டெனன்ஸ் எங்களுக்கு மாற்ற முடியும்னு நாங்கள் விசாரிக்கிறோம். காரணம் என்ன கேட்டால் அத்தனை சப்போர்ட்டு கிராமக்காரோடு எங்களுக்கு உண்டு. அதுகொண்டாக்கும் குளத்துலேயே அது மாதிரி நாங்கள் வேறு இந்த மாடுகள் வாஷ் பண்ணுறது அந்த மாதிரி ஒன்றும் படாது. ஹைஜீனிட்டி மெயின்டைன் பண்ணி தான் குளத்தை இன்றைக்கி மெயின்டைன் பண்ணிட்டு இருக்கோம். ഇതെല്ലാമാക്കും പൊതുവേ. പിന്നെ എങ്ങൾക്ക് ഫണ്ട് എന്നോട്ട് എപ്പോഴും വേറെ HRNC ബോർഡ് ഒന്നും നമുക്കൊന്നും ബാധകമല്ല വേങ്ങിയ. അതിനാൽ ഞങ്ങൾ സ്വന്തം പോക്കറ്റിൽ എന്താ ഗ്രാമക്കാരുടെ പോക്കറ്റിൽ നിന്ന് മാത്രം அந்த எக்ஸ்பென்ஸ் எல்லாம் நாங்கள் மெயின்டைன் பண்ணியிருக்கோம். அதுவும் நல்ல രീതിயில் பூஜைக்காரனெல்லாம் நல்ல சாட்டிஸ்ஃபை அந்த രീതിயில் கண்டிஷன்லாம் வச்சுட்டு இருக்கோம். எல்லாருக்கும் கிராமத்தில் அந்த வருமானங்கள் இந்த രീതിயில் பார்த்தோம்னாக்கா கோவிலில் நடவரவு காரியங்கள்லாம் பெருசாக இல்லாட்டாலும் அவளை சாட்டிஸ்ஃபைட் ஆகும் பூஜைக்காரெல்லாம். இதெல்லாம் எங்களுக்கு பிரத்യേകിച്ച് சொல்கிறதுக்கு இருக்குது. கிராமம் எல்லாம் கொண்டு പിന്നെ எங்களோட கிராமத்து பிரத்യേகத்தை கேட்டால் ரோட் சைடில் எங்கள் கிராமம். அதுகொண்டு கன்வெயன்ஸ் எங்கே வேணால் போகலாம். ஏது மார்னிங் போனால் எங்கே வேணால் குழுவாக இருக்குது. அதுமாதிரி காடாம்பழ க்ஷேத்திரம், பொள்ளாச்சி, பழனி அந்த லெவலில் உள்ளது. ஹைவே போனால் குழம்பு போனால் ஹைவே போனால் எங்களுக்கு ஹைவே பஸ் ஆச்சு. இந்த மாதிரியான சௌகரியங்கள் கூடுதலும் கிராமத்தில். இப்போ வேறு ஏதாவது സ്ഥലத்தில் ஒரு 100-150 ரூபா ஆட்டோ ரிக்ஷா கொடுத்துட்டு டவுனுக்கு பஸ்ஸை பிடிக்கிறத விட பெட்டராக எங்களோட இந்த கண்டிஷன். அதுകൊണ്ട് ஆனாலும் கிராமம் அது பூமி விலைയൊന്നും കയറിയിട്ടില്ലേ. அது കയറുന്നാൽ കയറിക്കിട്ടെന്ന് சொல்லிட்டாக்குன்னு அதை சொல்கிறேன். வேறு ஒன்றும் இல்லை. அப்போது வேறு பிரத்യേകിച്ച് ஒன்றும் இல்லையே நீ ஆட் பண்ணுறதுக்கு. வேதம் எங்களுக்கு இப்போ மெயினாയിട്ട് എല്ലാ ഗോത്രത്തിലും ആൾക്കാർ இருக்கா. மெயினாയിട്ട് ഭാരദ്വാജ ഗോത്രം, കൗണ്ഡിന്യ ഗോത്രം, കൗശിക ഗോത്രം, പിന്നെ അങ്ങോട്ട് ഗോത്രം എന്നാകും വിശ്വാമിത്ര ഗോത്രം, ശ്രീവത്സ ഗോത്രം, காசியப கோத்திரம், இப்படி எல்லா எங்களோட கவுண்டியன கோத்திரம் இந்த மாதிரி உள்ள எல்லாம் கிராமத்தில் உள்பட்டதாகும். அது காரணம் கேட்டால் ஒரு விதம் எல்லாம் ஆൾക്കാർക്ക് கிராமத்தில் பழைய இன்ஹாபிட்டன்ஸ் ஆகும். முழு இதில் புதுசாக சேர்ந்த பேர் ரொம்ப குறைவாகும். இப்போ அந்த மாதிரி வீடு விற்கிறதுக்கு போலும் கிராமத்தில் இல்லை. எல்லாரும் ஓனர்ஷிப் ஆகும். பிரத்യേകിച്ച് எடுத்துக்கிறது கேட்டால் இதில் வாடகையில் யாரும் தாமசிக்கிறது இல்லை. எல்லாரோட ஓன் ஹவுஸ் ஆகும் கிராமத்தில். இதாக்கும் கிராமத்தை பற்றி ஒரு ஆமுகம் என்று சொல்கிறதுனாக்கால் அடிமக்காவல். ஆமாம், கிராமத்தில் அடிமக்காவல்னு சொன்னாக்கா எங்களுக்கு கிராமத்தில் பல ஆൾക്കാരും பல அடிமக்காவாக இருக்கும். இப்போ எங்களுக்கு பொதுவே எல்லாருமே கூடுதல் விசுவசிக்கிறது எங்களோட தெய்வங்கள் இங்கே உள்ள தெய்வங்களாகும். ராமர் கோவில், அங்கே ஸ்வயம்பு இது, പിന്നെ ശിവൻ കോവിൽ அப்படியெல்லாம் அவங்க அதுக்கு പുറമേ அவள் வீட்டில் இருக்குமே. அது மாதிரி பார்த்தாக்கால் எங்களுக்கு മടപ്പള്ളിക്കാവ് ഒരു മെയിൻ ഇതാക്കും. ഒരുവിധം ആൾക്കാർക്കെല്ലാം அவங்க இது உண்டு. അടിമക്കാവാക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പല്ലശേനക്കാവ്, കുനിശ്ശേരി അങ്കാളമ്മൻ കോവിൽ,
പിന്നെ കണ്ടത്താറാവ് കോട്ടായി വടറോഡ് കണ്ടത്താറാവ് ഇതെല്ലാം നമുക്ക് എങ്ങൾക്ക് പൊതുവേ ഇത് അല്ലാക്കി പറയാറ ഒന്ന് ഒറ്റപ്പെട്ട ആൾക്കാർ എങ്കിലും ഇരിക്കണം പിന്നെ എല്ലാവരും പോണ മാതിരി ഗുരുവായൂർ அந்த மாதிரிയുള്ള കൗലങ്ങൾ എല്ലാവരും പോയിട്ടിപ്പോൾ എല്ലാം ചെയ്യും അടിമക്കാവുകൾക്ക് இந்த 4 നമുക്ക് மெயினாக தெளிஞ்சு வருது எங்களுக்கு அப்போ இதில் எல்லாரும் போயிட்டு இருக்கா அதாவது வருஷம் ஒரு வருஷத்துக்கு ஒருக்கா அவங்க போய் அவளோட நர்சரி பண்ணிட்டு வருவா அங்கே போயிட்டு பச்சை போடல் എന്നുള്ള രീതിയിൽ வந்து குனிശ്ശേരി இது அதுக்கு புறமே அவள் வீட்டில் அவள் வந்து மாவு விளக்கு போட்டு நமஸ்காரம் பண்ணி எல்லாம் பண்ணுவாள் அந்த சட்டியும் இப்படி நடந்துட்டு இருக்கு இங்கே யாரும் வந்து பவுண்டட் அல்ல ஒரு நியமத்துக்கு பவுண்டட் அல்ல எல்லாரும் ஃப்ரீ ஆக்கும் இது நம்ம ஹிந்து மதம் சொல்கிற மாதிரிയുള്ള രീതിയിൽ எல்லாருமே ஃப்ரீ ஆக்கும் எல்லாத்துலேயும் അതാക്കും മെയിനായിട്ട് சொல்கிறതാണ് പണ്ട് 48 വീട് இருந்தது അതിപ്പോൾ சொன்னியாச்சுன்னா அது 63 வீடாகி கன்வெர்ட் ஆகிருக்கு சிங்கிள் லைன் வந்து டபுள் லைனாக மாறியாச்சு கிராமத்தோடு அந்த சைடில் അവളെല്ലാം വരുവാ ഇപ്പോൾ പഴയ ആൾക്കാർ പിത്തുക്കുട്ടി മുരുകദാസ് എല്ലാം ഗ്രാമത്തിൽ വന്ന് താമസിച്ചിരുന്ന് പിന്നെ കൊഞ്ചം ഏനാപ്പോൾ അവർക്ക് ഇന്ന് മാറിപ്പോനാരെന്നുള്ളതൊക്കെ ഐതിഹ്യം കേൾക്കരുത് നിങ്ങൾക്ക് പിന്നെ ഗോപാലകൃഷ്ണ ഭാഗവതർ ഗ്രാമത്തിൽ ഇരുന്നിരിക്കാർ എനിക്ക് ഭജന പാടിയിരിക്കാർ അവളെല്ലാം പെരിയ എന്നാൽ പിന്നെ എങ്ങളോട് ശങ്കരഭാഗർ മാത്തൂർ ശങ്കരഭാഗവതർ ഭജനയെന്നാൽ അവരോട് ഭജന வந்து തോടമംഗലം എല്ലാം എങ്ങളെല്ലാം പഠിപ്പിച്ചത് അവരാക്കും അവർ ഇന്നേക്കും அந்த ഭജനയിൽ ഭാഗങ്ങളെല്ലാം ഞങ്ങൾ பண்ணிட்டு இருக்கோம் தெரியாததெல்லாம் പക്ഷേ അവരെല്ലാം ലാസ്റ്റ് മിനിറ്റിൽ എല്ലാവരും ആസ് യൂഷ്വൽ പോവാളെ കുട്ടികൾക്ക് പോയി അങ്ങ് അത് മാറി ഭജനയിൽ അവർ 2 പേര് പ്രാഗൽഭ്യം വരുത്തനാക്കും പൊളിറ്റീഷ്യൻസ് എങ്കിൽ ഗ്രാമത്തിലില്ല ഗ്രാമത്തിൽ ഒരു പൊളിറ്റീഷ്യനെയും ഇங்கே ഇൻഡെപ്താ വര സമ്മതിக்க മാട്ടோம் വര സമ്മതിക്കുന്ന പേശുവാ പോവാ இங்கே பொலிட்டீஷியன்ஸ் யாரும் இல்லை யாருக்கும் ராஷ்ட்ரியம் இல்லை கிராமத்துக்குள்ள வந்தால் இருக்கு பர்சனலாக இருக்கும் ராஷ்ட்ரியம் ஆமாம் ஆமாம் அது கவுன்சிலராக இருந்திருக்கு பாலக்காடு கவுன்சிலராக இருக்கும் இல்லை பண்டு யாரும் இல்லை இல்லை இங்கே யாரும் இருந்திருக்கோம் வீரமணியை தவிர சேர்மனாக இருந்திருக்காரோ இல்லை அந்த மாதிரி பொலிட்டிக்ஸில் போய் ஒரு பொசிஷனை ஒக்கியூபை பண்ண ஆட்கள் கிராமத்தில் யாரும் இல்லை ஜட்ஜ் இருக்கார் மெட்ராஸ் ஹைகோடதியில் ஜஸ்டிஸாக இருந்திருக்கார் MS சங்கரையர் வீடாக இருந்தது அவர் டெபுட்டி கலெக்டர் MS ராமையர் டெபுட்டி கலெக்டராக இருந்திருக்கார் IAS இருந்திருக்கார் 2 പിന്നെ അമ്പതാണ് ഇത് 2 പേരൊക്കെ നമുക്ക് ബ്യൂറോക്രാറ്റ്സിൽ എங்களுக்கு ഗ്രാമത്തിൽ എടുത്തു ചേർത്തുള്ളത് ആമാം പിന്നെ ഓഡിറ്റേഴ്സ് എല്ലാവരും ഇപ്പോൾ